Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എരിവോട് കൂടി നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ്. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഒരൊറ്റ ചേരുവ മതി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കപ്പയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവില്ല. നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം ഇത് ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം ഇത് ഒന്ന് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ കപ്പ എടുക്കുമ്പോൾ എപ്പോഴും നല്ല കയർപ്പില്ലാത്ത കപ്പ വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എടുക്കുമ്പോൾ നല്ല കപ്പ തന്നെ എടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇതേപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നല്ലപോലെ ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം ഈ ഇതിലേക്ക് നമ്മൾ കുറച്ച് മാത്രമേ ഒഴിക്കൂ. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലും ലോയ്ക്കും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഇട്ട പാടെ തന്നെ അങ്ങ് കളറൊക്കെ മാറി വരും. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു തിളയൊക്കെ പോയിട്ട് കോരിയെടുക്കാം. നല്ലൊരു കളറിൽ കിട്ടും. അത്യാവശ്യം നല്ല ഉപ്പും ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ കൂടുതൽ ചൂട് കൂടിപ്പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഒന്ന് നോക്കുക. എന്നിട്ട് കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ചൂടോടെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ബൗളിലാണെങ്കിൽ ഒന്ന് കുലുക്കിയിട്ട് എല്ലായിടത്തേക്കും ഈ മുളക് പൊടി എത്തുന്ന വിധം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്